പഴയതുപോലെ തീവ്ര വിഭാഗീയതയുടെ പൊട്ടിത്തെറികൾ ഇപ്പോൾ എറണാകുളത്തില്ല. എങ്കിലും വ്യക്തി കേന്ദ്രീകൃത ഗ്രൂപ്പുകളുടെ തർക്കങ്ങൾ CPM-ൽ പുകയുന്നുണ്ട് താനും. മന്ത്രി P. രാജീവിനെ പിന്തുണയ്ക്കുന്ന സംഘവും ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ ഒപ്പം നിൽക്കുന്ന വിഭാഗവും തമ്മിലുള്ള അസ്വാരസ്യങ്ങളാണ് ഇതിൽ പ്രധാനം. ഒപ്പം പൂണിത്തുറ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ താഴെത്തട്ടിലെ തമ്മിലടിയും പാർട്ടിക്ക് തലവേദന തന്നെ. 8 ബ്രാഞ്ച് സമ്മേളനങ്ങളും 6 ലോക്കൽ സമ്മേളനങ്ങളും വൻ തർക്കത്തിൽ മുങ്ങിയതും കണ്ടു. ഇതിനൊക്കെ ശേഷമാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് CPM കടക്കുന്നത്. ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളന നഗരിയായ മറൈൻ ഡ്രൈവിൽ സംഘാടക സമിതി ചെയർമാൻ M. അനിൽകുമാർ പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി CN മോഹനൻ ദീപശിഖ തെളിച്ചു. നിലവിലെ സ്ഥിതിയിൽ CN മോഹൻ സെക്രട്ടറിയായി തുടരും. അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയാൽ മാത്രമാണ് എറണാകുളത്ത് പുതിയൊരു സെക്രട്ടറിക്ക് സാധ്യതയുള്ളൂ. അങ്ങനെ വന്നാൽ DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് S. സതീഷ്, വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ, ദേവദർശൻ എന്നിവരുടെ പേരുകൾക്കാണ് പരിഗണന. വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പും പിന്നീട് വരുന്ന അസംബ്ലി ഇലക്ഷൻ, ഈ 2 തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജില്ലയ്ക്കകത്ത് ഇപ്പം നിലവിലുള്ള 5 സീറ്റുകൾ നിലനിർത്താനും അസംബ്ലിയിലാണെങ്കിൽ കുറേ സീറ്റുകൾ വേറെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചില സീറ്റുകൾ വിജയിക്കാനും ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരു തീരുമാനം ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. കൂത്താട്ടുകുളത്ത് ഇടത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഏരിയ സെക്രട്ടറി അടക്കം പ്രതിയായതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനമെങ്കിലും പാർട്ടിക്കത് കുരുക്കായിരിക്കുകയാണ്. സംഭവത്തിൽ സംസ്ഥാന നേതൃത്വം തന്നെ മറുപടി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഈ വിഷയം സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വരുമെന്ന് തീർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെയും വൻ തോൽവിയും മറ്റു സംഘടനാ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്ന ആരോപണം കീഴ്ഘടകങ്ങളിലെ സമ്മേളനത്തിൽ ചിലർ ഉയർത്തിയിരുന്നു. മന്ത്രി P. രാജീവിന്റെ പ്രവർത്തന ശൈലിയെയും ചില അംഗങ്ങൾ വിമർശിച്ചിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ ഇത്തരം ആക്ഷേപങ്ങളും സർക്കാരിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതൃപ്തികളും ചർച്ചയായേക്കാം. വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഒന്നുമില്ലാതെ ഏരിയ സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയെന്ന ആത്മവിശ്വാസത്തിലാണ് ജില്ലാ സമ്മേളനത്തിലേക്ക് CPM പോകുന്നത്. യസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.